dear JEE aspirants, wave optics or NCERT exercise അതുമായി ബന്ധപ്പെട്ട ഒരു previous year JEE question നോക്കാം നമുക്ക്. So wave optics NCERT exercise 10.5 question ഇതാണ്. In a Young's double slit experiment using a monochromatic light of wavelength lambda, the intensity of light at a point where path difference is lambda is k. അപ്പോൾ ഒരു ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ രണ്ട് ലൈറ്റ് വരുന്നുണ്ട്. അവ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡയാണ്. അത് ഇന്റർഫിയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇന്റൻസിറ്റി കെ ആണ്. കെ യൂണിറ്റ് ആണ്. അങ്ങനെയെങ്കിൽ വാട്ട് ഇസ് ദ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് അറ്റ് എ പോയിന്റ് വേർ പാത്ത് ഡിഫറൻസ് ഇസ് ലാംഡ ബൈ 3. പാത്ത് ഡിഫറൻസ് ലാംഡ ആകുമ്പോൾ ഇന്റൻസിറ്റി കെ ആണ്. അങ്ങനെയെങ്കിൽ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 3 ആകുമ്പോൾ ഇന്റൻസിറ്റി എത്ര എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ പാത്ത് ഡിഫറൻസ് ലാംഡ ആകുമ്പോൾ ഫേസ് ഡിഫറൻസ് എത്ര വരിക? phi is equal to 2 pi by lambda into path difference ആയ lambda get cancel out. Phi is equal to 2 pi and cos 2 pi is equal to 1. അപ്പോൾ intensity resultant intensity k എന്നല്ലേ പറഞ്ഞത്? K is equal to I plus 2 root I cos phi is equal to 1. Cos 2 pi is equal to 1. അപ്പോൾ I plus 2 root I 2 root I into I. അപ്പോൾ I plus 2i ആവും. Then 2 into root I square. അപ്പോൾ അത് I എന്നാവും. അപ്പോൾ 2i plus 2i will get 4i. So k 4i കിട്ടി. ഇനി അടുത്തത് പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 3 ആകുമ്പോൾ എത്ര എന്നുള്ള. പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 3 ആകുമ്പോൾ ഫേസ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 2 pi by lambda into lambda by 3. Lambda get cancel out. So phase difference is equal to 2 pi by 3. 2 pi by 3 എന്ന് പറഞ്ഞാൽ 360 by 3, that is 120. അപ്പോൾ കോസ് 2 pi by 3, കോസ് 120 എത്ര കിട്ടുക മക്കളെ? -1/2. ശരിയല്ലേ? അപ്പോൾ ഉള്ള പുതിയ ഇന്റൻസിറ്റി എത്ര എന്നാ ചോദിച്ചാൽ ഇൻ ടേംസ് ഓഫ് കെ. ഓക്കെ, അപ്പൊ പുതിയ ഇന്റൻസിറ്റി ഐ ഈസ് ഈക്വൽ ടു ഐ റിസൾട്ട് എന്ന് എഴുതാം. ഐ ഈസ് ഈക്വൽ ടു ഇതേ ഇക്വേഷൻ തന്നെയാണ് വരിക. കോസ് 2 പൈക്ക് ഇതാ ഇവിടെ കോസ് 2 പൈ വരും, കോസ് 2 pi by 3 വരും. കോസ് 2 pi by 3 -1/2 ആണ്. ഇതേ ഇക്വേഷൻ തന്നെ വരിക. അപ്പൊ ഐ പ്ലസ് ഐ 2 റൂട്ട് ഐ എന്ന് പറഞ്ഞാൽ 2i തന്നെ. സോ 2i plus cos 2 pi by 3, cos 2 pi by 3 ചെയ്താൽ -1/2 എന്ന് കിട്ടും. 2 cancel out. -1 into I, that is minus I. So I resultant is equal to 2i minus I എന്ന് വരും. 2i minus I resultant is equal to I itself. I resultant is equal to I itself. അപ്പം k എന്ന് പറയുന്നത് 4i ആണ്. അങ്ങനെയെങ്കിൽ I resultant is equal to I ആണ്. 4 അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ k by 4 ആണ് I എന്ന് പറയുന്നത്. So that is k by 4. That is the answer. ഇതിന്റെ ആൻസർ NCERT പുറകിൽ നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. റിസൾട്ടന്റ് is equal to k by 4. So this is the NCERT exercise. എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 JEE മെയിൻ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ മറ്റൊരു രീതിയിൽ ഫ്രെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് NCERT എക്സസൈസിലുള്ള അതേ ലാംഗ്വേജ്, അതേ സെന്റൻസുകളാണ് ഇവർ ഉപയോഗിച്ചത്. ചെറിയൊരു മാറ്റം അവസാനം അവർ വരുത്തി. നോക്കൂ, ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഈസ് പെർഫോംഡ് യൂസിംഗ് എ മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ്ലെങ്ത് ലാംഡ. The intensity at a point on the screen where path difference is lambda is k. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. We know that k is equal to 4i ആണ് വരിക. The intensity of light at a point where path difference is lambda by 6, NCERT lambda by 3 ആയിരുന്നു, is ഇങ്ങനെ ഒരു വാല്യൂ തന്നു, nk divided by 12. Then what is the value of n? അപ്പോൾ അത് കിട്ടുന്ന ആൻസർ കമ്പയർ ചെയ്താൽ നമുക്ക് n എത്രയെന്ന് മനസ്സിലാവും. അപ്പോൾ പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 6 ആകുമ്പോൾ ഉള്ള റിസൾട്ടന്റ് ഇന്റൻസിറ്റി ആണ് nk by 12 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 6 ആകുമ്പോൾ ഫേസ് ഡിഫറൻസ് എത്ര വരിക? 2 pi divided by lambda into lambda by 6 പാത്ത് ഡിഫറൻസ്. അപ്പോൾ ലാംഡ ക്യാൻസൽ ആയി, 2ഉം 6ഉം ക്യാൻസൽ ചെയ്ത് അവിടെ 3 വരും. സോ phi ഈസ് ഈക്വൽ ടു pi divided by 3. pi by 3 എന്ന് പറഞ്ഞാൽ എത്ര? 60 ഡിഗ്രി ആണ്. അപ്പോൾ phi 60 കിട്ടി. അപ്പോൾ cos 60 അല്ലെങ്കിൽ cos pi by 3 എന്ന് പറയുന്നത് 61/2, 1 divided by 2. ഇനി നമുക്ക് റിസൾട്ടന്റ് ഇന്റൻസിറ്റി കാണാലോ. I plus 2 root I cos pi by 3 1/2 ആണ്. ഈ 2 cancel out. So n into k divided by 12 is equal to 2i plus 2 root I into I എന്ന് പറയുന്നത് I square ആണ്. പുറത്തേക്ക് എടുത്താൽ നമുക്ക് I തന്നെ കിട്ടും. So this will be the final answer. nk divided by 12 is equal to 3i എന്ന് കിട്ടും. 3i. ഓക്കെ, അങ്ങനെയെങ്കിൽ കെന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ എന്ന് പറയുന്നത് 4i ആണ്. കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ
n into 4i divided by 12 is equal to 3i. I get cancel out. 4ഉം 12ഉം കട്ട് ചെയ്ത് അവിടെ 3 വരും. ഈ 3 അങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ 3 into 3 9 വരും. സോ n is equal to 9. That is n is equal to 9. സോ നോക്കൂ, NCERT എക്സസൈസിൽ അതേ ക്വസ്റ്റ്യൻ ചെറിയൊരു വാല്യൂ മാറ്റിയിട്ടാണ് അവർ ജെയ്മെയിന് ചോദിച്ചിട്ടുള്ളത്. സോ ആ ഒരു എക്സസൈസ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഇതുപോലെ NCERT എക്സസൈസുകളൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. കാരണം അവിടെ നിന്നൊക്കെ ജെയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, ആ കോൺസെപ്റ്റിൽ നിന്നും ചോദിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്തിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടും എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ദിസ് ഇസ് JB ഫ്രം സൈലം ലേണിംഗ്. ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.